ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു ബിഗോണിയ വെറൈറ്റീൻ്റെ നമ്മൾ തൈ ഉണ്ട്. അപ്പോൾ അത് വേറെ കുഴിച്ചിട്ടിട്ട് ഒരു ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട്. അതിൽ കാണാൻ ഭംഗിയുള്ളൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത്. ഇതിൻ്റെ ഇലകളെ ഭംഗി കൊണ്ടാണ് ഇത് അധികവും വളർത്തുന്നത്. ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഒരു ബെല്ല് ഷേപ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പൂവാണ് ഉണ്ടാവാറ്. ഈ ഒരു പൂവാണ്. പക്ഷേ ഈ പൂവിനെക്കാട്ടിയും ഭംഗി നമുക്ക് ഇലകളിൽ തോന്നിയിട്ടുള്ളൊരു ചെടിയാണ് ഈ ബിഗോണിയ ചെടി. പല തരത്തിലുള്ള ബിഗോണിയ ഉണ്ട് ഇപ്പോൾ ഇത് വേറൊരു ബിഗോണിയാണ്. ഈ ബിഗോണിയൻ്റെ പേരാണ് റൈസോമാറ്റസ് ബിഗോണിയ. കാരണം ഇതൊരു കിഴങ്ങിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓരോ തൈ ഉണ്ടാവുന്നതും ഒരു കിഴങ്ങിൽ നിന്നാണ്. ഇതിന് പൂക്കളും ഉണ്ടാവാറുണ്ട്. സാധാരണ പോലെ തന്നെ ഇലകൾക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. നല്ലൊരു ലൈറ്റ് പിങ്ക്, ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൗൺ കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഹാങ്ങിങ് പോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നിറച്ചും ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബെല്ല് ഷേപ്പിൽ ലൈറ്റ് പിങ്ക്, യെല്ലോ, അതുപോലെ തന്നെ വെള്ള കലർന്നിട്ടുള്ളൊരു പൂവാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ പോട്ടിൻ്റെ ചുറ്റും തൈകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങോട്ട് എടുത്തതാണ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല ബ്ലാക്ക് കളറ് ലീഫ് വരുന്നൊരു ബിഗോണിയ കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ് ആണ്. അതുപോലെ തന്നെ ഒരു തൊടുമ്പോൾ നമുക്കൊരു വെൽവെറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് തോന്നുന്നത്. ഈ ഒരു ലീഫിൻ്റെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഈ ഒരു മൊബൈലിൻ്റെ ക്യാമറക്കാർഡിനെ കാട്ടും ഒരു ഡാർക്ക് കളറാട്ടോ. ബ്ലാക്ക് തന്നെ പറയാം, ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതിൻ്റെ പുറകുവശം നോക്കിയാൽ നല്ല ബ്രൗൺ കളറിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നോക്കിയാൽ മനസ്സിലാകും, ഒരു മുള്ളു പോലെയാണ് വരുന്നത്. കാണിച്ചു തരാം അല്ലേ, നല്ല ഒരു മുള്ളു പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് നമ്മൾ വലിയൊരു പോട്ടിലാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. നിറച്ചും ഇതാ കണ്ടില്ലേ, കുറേ തൈകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കൂട്ടായി നിൽക്കുമ്പോഴാണ് ഒന്നും കൂടെ കാണാൻ ഭംഗി. ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതിനെക്കാട്ടിയും നല്ലത് ഇതുപോലെ തന്നെ പോട്ടിൽ വെച്ചിട്ട് നല്ല കുറ്റിയായിട്ട് വളർത്തുന്നതായിരിക്കും. ഇതാണ് നമ്മൾ മറ്റൊരു ബിഗോണിയത്തിൻ്റെ വെറൈറ്റി. ഇത് നമ്മളെ ബിഗോണിയൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഈ ബിഗോണിയയിലൊക്കെ പൂവ് ഉണ്ടായിട്ടുണ്ട്. പൂവുണ്ടാകുമ്പോൾ നമ്മളത് വേഗം മാറ്റിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇലകൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരാനും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാകാനും പൂവ് നമ്മൾ ഒഴിവാക്കി വിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ ഒരു ഇല മറ്റിലകളിൽ നിന്നൊരു പ്രത്യേകതയാണ്. നല്ല പച്ച കളറിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇടയ്ക്കൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് കളറും മിക്സ് ചെയ്ത് വരാറുണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ ബാക്ക് അതുപോലെ തന്നെ ഗ്രീൻ തന്നെയായിട്ടാണ് വരുന്നത്. നമ്മൾ മുന്നേ കാണിച്ച ബിഗോണിയത്തിൻ്റെ ആ ഒരു തണ്ട് പോലെ തന്നെ ഈ ബിഗോണിയയിൽ നിറച്ച് മുള്ളു പോലെയാണ് ഇതിൻ്റെ തണ്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പോട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഇതിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ ബിഗോണിയത്തിൻ്റെ കെയർ വളരെ സിമ്പിളാണ്. ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ ചെടീനെ നമ്മൾ സ്പോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വളപ്രയോഗമാണെങ്കിൽ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ മാത്രം വളപ്രയോഗം ചെയ്താൽ മതി. നമ്മളെ വീട്ടിൽ വളമായിട്ട് ഉപയോഗിക്കുന്നത് വെറും ചാണകപ്പൊടിയാട്ടോ. നമ്മുടെ ഗാർഡനിങ് സോയിലും പിന്നെ ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമ്മുടെ പോട്ടി മിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ തന്നെ വളർത്തിയാൽ നമുക്കിതുപോലെ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നല്ലൊരു തൈ നോക്കി മാറ്റിയിട്ട് ഇത് ചെടീനെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതാണ് എടുത്ത് വെച്ചിട്ടുള്ള പോട്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചകിരിക്കുണ്ടാണ്. അതിനുശേഷം നമ്മളെ പോട്ടി മിക്സ്, അതുപോലെ തന്നെ ഗാർഡനിങ് സോയിൽ, കുറച്ച് കരിയില വേസ്റ്റുകളൊക്കെ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മണ്ണിൻ്റെ കൂടെ. അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊരു തൈ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു തൈയാണ് നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തൈ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോട്ട് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.